നമുക്ക് പുറകെ കാണുന്നത് ഒരു ഇതിഹാസത്തിൻ്റെ വീടാണ്. വേറെ ആരുടെ അല്ല, ഫുട്ബോൾ ദൈവം നമ്മുടെ ഡീഗോ മറഡോണ താമസിച്ച വീടാണ്. ശരിക്കും മറഡോണക്ക് ഈ ബ്യൂണസ് എയറസിൻ്റെ ഭാഗത്ത് തന്നെ വേറെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വീടാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് അർജന്റീനിയാസ് ജൂനിയേഴ്സ് ആ ഒരു ക്ലബ്ബ് കൊടുത്ത വീടാണ്. ഈ ബ്യൂണസ് എയർസ് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു വീടുള്ളത്. ഇവിടെ കിടക്കുന്ന കാറൊക്കെ ഉണ്ട്. ഇത് അദ്ദേഹം പണ്ട് ഉപയോഗിച്ച കാറാണോ? അതേപോലത്തെ തന്നെ കാറ് ഇവിടെ ജസ്റ്റ് ഇട്ടേക്കണമെന്നുള്ളൂ. ഇത് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ആക്ച്വലി ഇതൊരു മ്യൂസിയം പോലെ ആക്കിയേക്കാം കേട്ടോ. അപ്പോൾ അർജന്റീനയിലെ ബ്യൂണസ് എയർസിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന വീടാണ് ഡീഗോ മറഡോണ, ഡീഗോ അർമാൻഡോ മറഡോണ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, പുള്ളി ഇവിടെ നിൽക്കുന്ന പിക്ചറൊക്കെ കണ്ടോ, ഈ വാതിലിൽ നിൽക്കുന്ന പിക്ചറാണ്. യെസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം. ഞാൻ ആക്ച്വലി ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. റിംഗ് ബെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ, അടിച്ചു നോക്കാം. ശരിക്കും മറഡോണക്ക് ഈ ബ്യൂണസ് എയർസിൽ തന്നെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അപ്പം അതിലൊന്നാണിത്. ഇത് അദ്ദേഹത്തിന് ആ കളിച്ച് ജയിച്ചതിൻ്റെ സമ്മാനമായിട്ട് ക്ലബ്ബ് കൊടുത്ത വീടാണ്. അപ്പോൾ അതാണ് ആക്ച്വലി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഇതൊരു മ്യൂസിയം പോലെ ആക്കിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വാതിൽ തുറന്നുണ്ട്. ഹലോ ഹലാ, ഇതാണ് ഡീഗോ മറഡോണ താമസിച്ച വീട്. അദ്ദേഹത്തിൻ്റെ കുറേ സാധനങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ മറഡോണ ഫുട്ബോൾ പിടിച്ച് നിൽക്കുന്ന വലിയൊരു പ്രതിമ കാണാം. ഒരു കാറിനകത്ത് ഇരിക്കുന്ന പിക്ചറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് 1978 അദ്ദേഹം ഈ വീട്ടിൽ നിൽക്കുന്ന ഫോട്ടോയാണ്. ഈ വീടിൻ്റെ ഗേറ്റ് കണ്ട, അവിടെ നിൽക്കുന്ന ഫോട്ടോ. പിന്നെ കുറേ പിക്ചേഴ്സൊക്കെയാണ് കാണുന്നത് കേട്ടോ. ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആയിരിക്കും കണ്ട. അപ്പോൾ ഇവിടെ കയറാനായിട്ട് 12,000 പെസോണ് നിലവിൽ, അതായത് $10 റേറ്റ്. അത് കൺവേർഷൻ അനുസരിച്ച് റേറ്റിൽ ഈ പെസോയിൽ മാറ്റം വരും. അപ്പോൾ ഈ റൂമിലൊക്കെ ആയിരുന്നു അദ്ദേഹം അന്ന് താമസിച്ചിരുന്നത് വിത്ത് ഫാമിലി ആയിട്ട്. ഈ കാണുന്ന ടീഷർട്ടുകളൊക്കെ ഉണ്ട്, ഈ ജേഴ്സി, ഇതെല്ലാം മറഡോണയുടെ അല്ല. ഇത് ഓരോ ഫാൻസുകാർ വന്നിട്ട് അവർ ഡൊണേറ്റ് ചെയ്തതാണ്. അതാണ് ആക്ച്വലി ഇവിടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ പഴയ ഫോട്ടോ ഒക്കെ കാണാം കേട്ടോ, ഫാമിലി ആയിട്ടുള്ളത്. ഇവിടെ ഉണ്ടല്ല, ഈ കാണുന്നത് ഈ പ്രോപ്പർട്ടിയുടെ പേപ്പറാണ്, അതായത് അതിൻ്റെ ആധാരം എന്നൊക്കെ പറയില്ല, അതേപോലത്തെ സംഭവം. അത് പക്ഷേ ഇത് പ്രിൻ്റ് ചെയ്തേക്കുന്നത് ഇത് കല്ലാണ്. ആ ഒരു കല്ലിൽ അത് പ്രിൻ്റ് ചെയ്തേക്കാണ്. ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചേക്കാം. ശരിക്കും പറഞ്ഞാൽ മറഡോണ 2 വർഷമാണ് ഈ ഒരു വീട്ടിൽ താമസിച്ചത്. അതിനുശേഷം ഈ വീട് വിറ്റിട്ട് കുറച്ചും കൂടി സാമ്പത്തികമായപ്പോൾ മറ്റൊരു വലിയ വീട്ടിലോട്ട് അദ്ദേഹം മാറി. അപ്പോൾ ആ വീട് അന്ന് മേടിച്ച ആളാണ് ആൽബർട്ടോ പെരീസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഇദ്ദേഹം അർജന്റീനാസ് ജൂനിയേഴ്സിൻ്റെ ആ ഒരു ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പിന്നീട് ഈ ഒരു വീട് മേടിച്ചതും. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഓണർ. ഇപ്പോൾ ഈ ഒരു മുറിയിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു തയ്യൽ മെഷീനൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നോക്കുമ്പോൾ ഒരു പിയാനോ, ഇവിടെ ഒരു ടേബിൾ, ഡൈനിങ് ടേബിൾ, സോഫയൊക്കെ കാണാം. ഇത് എനിക്ക് തോന്നുന്നു മറഡോണ ഉപയോഗിച്ചാവാൻ സാധ്യതയില്ല, കാരണം അതിനുശേഷം വേറെ വീട്ടുകാർ വന്നല്ലോ. അപ്പോൾ അവരുടെ ആയിരിക്കും, ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആ ഒരു രീതിയിൽ വെച്ചതായിരിക്കും. ഇവിടെ ഉണ്ടല്ലോ, ഇതൊരു റിപ്ലിക്കയാണ്. അതായത് ഫിഫ വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അന്ന് മറഡോണ 1979 കപ്പ് നേടിയതിൻ്റെ ആ ഒരു കപ്പിൻ്റെ റിപ്ലിക്കയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കണ്ടോ, ഇവിടെ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ ഉള്ള പഴയ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരു TV, ഇതുണ്ട്, ഒരു TV. ഇതെന്താ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന എന്തോ മറ്റേ DVD പ്ലെയർ പോലത്തെ, റേഡിയോ ആണോ എന്നറിയത്തില്ല, റേഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഈ റൂമിലോട്ട് വരുമ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴ് ഹിൽ പാലസ് ഇതില്ലേ, അതിനകത്ത് പോലത്തെ ഡിസൈൻ കൊള്ളാല്ലേ. അപ്പോൾ ഇവിടെയും കുറേ ഫോട്ടോസ്, പണ്ട് ഉപയോഗിച്ചിരുന്ന സൈക്കിള്, മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട് അത്യാവശ്യം വലുതാണ്, 2 നിലയാണ്. ഇവിടെയും കുറേ ഫോട്ടോസൊക്കെ കാണാം. യെസ്, ദേ കോപ്പ ഡെൽ മൊണ്ടോ ഫിഫ കപ്പ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു റിപ്ലിക്ക ഇരിക്കുന്നുണ്ട്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ട് ഇത് നമുക്ക് എടുക്കാം. കണ്ടാ, യെസ്, നമുക്ക് ഒറിജിനല് തൊട്ടടുത്ത് കാണാൻ പറ്റില്ലെങ്കിലും അതേപോലത്തെ സെയിം സാധനം ഏകദേശം അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. അത് നമുക്ക് കാണാം. കണ്ടാ, ഇങ്ങനെയാണ് കളി ജയിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കുന്നത്. ഇങ്ങനെ യെസ്, നൈസ് അല്ലേ, കപ്പ് കിട്ടി, കളിച്ചില്ലെങ്കിൽ. ഇവിടെ ശരിക്കും ഇതൊരു ഒറിജിനൽ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. കണ്ട, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് ഇരിക്കുന്നത്, പക്ഷേ കറക്റ്റ് ഒറിജിനൽ പോലെ തന്നെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു സൈക്കിൾ ഇരിക്കുന്നുണ്ട. ഇത് അദ്ദേഹം ഉപയോഗിച്ച സൈക്കിള് അല്ല, അതായത് അദ്ദേഹത്തിന് ഇതേപോലത്തെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ വേറൊരു മോഡലാണ് ഇരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ലൂണ, നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഇത് ഭയങ്കര ഫേമസാണ്. സൈക്കിൾ ചവിട്ടി പോകുന്ന പോലെ ചവിട്ടിയും പോവാം.
അപ്പോൾ ഈ ഒരു സ്കൂട്ടർ അദ്ദേഹം ഉപയോഗിച്ചത് അല്ല, അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ഇതേപോലത്തെ ഒന്ന്. അപ്പോൾ അതിൻ്റെ വേറൊരു മോഡലാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അതിനകത്തൊരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കണ്ടോ. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ അല്ല, അത് ഒരു മോഡൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഈ ഒരു വീട് മറഡോണയുടെ ആദ്യത്തെ വീടാണല്ലോ. അപ്പോൾ 2 വർഷമാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ ഉള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്, കുറേ പിക്ചേഴ്സും കാര്യങ്ങളും. പക്ഷേ ഇവിടെയുള്ള സാധനങ്ങളൊന്നും, മിക്ക സാധനങ്ങളും അദ്ദേഹം യൂസ് ചെയ്തതൊന്നുമല്ല, അതൊക്കെ പിന്നീട് റീപ്ലേസ് ആയി പോയതാണ്. അപ്പോൾ ഇവിടെ വേറൊരു റൂമുണ്ട്. ഇത് കിച്ചണാണെന്ന് തോന്നുന്നു. യെസ്, ഇത് കിച്ചണാണ്. അതേപോലെ ഈ കിച്ചണിൽ നിൽക്കുന്ന ഫോട്ടോ ആണ് ഇത് ഇവിടെ കാണുന്നത്. ഇതേ ടേബിളല്ല, ഇതേപോലത്തെ ടേബിളാണ് ആക്ച്വലി. എന്താ അതിനകത്ത് ഇരിക്കുന്ന ഫോട്ടോ, ഈ കിച്ചണിൽ നിൽക്കുന്ന ഫോട്ടോ വേറെ ഉണ്ട് കണ്ടോ. പക്ഷെ ഇതൊന്നും സെയിം സാധനമല്ല കേട്ടോ. ഇത് അദ്ദേഹം ഉപയോഗിച്ച വീട് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് പിന്നീട് വേറെ വീട്ടുകാരൊക്കെ വന്നല്ല. അതായത് അദ്ദേഹം ഈ വീട് വിറ്റല്ലോ, അതിനുശേഷം പിന്നെ വേറെ ആൾക്കാർ താമസം വന്നു. അപ്പോൾ അവർ ഈ വീടിന് പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്, മെയിൻ്റനൻസും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്, പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് മറഡോണ ഉപയോഗിച്ച അതേപോലെ തന്നെ അല്ല ഇപ്പോൾ ഈ വീട് ഇരിക്കുന്നത്, അത് വ്യത്യാസമുണ്ട്. ഒരുപാട് വർഷങ്ങളായില്ലേ. ഇവിടെ ഒരു ഫോട്ടോ വെച്ചേക്കുന്നുണ്ട്, ഇതാണ് മറഡോണയുടെ അമ്മ. ഇവിടെ ടി വിയിൽ ഒരു സിനിമ കാണിക്കുന്നുണ്ട്, മറഡോണ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അവർ ഈ ഒരു വീട് ഒരു മാസത്തേക്ക് റെൻറ്റിന് എടുത്തിട്ട് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്ത ആ ഒരു സിനിമയുടെ ഭാഗങ്ങളാണ് ഇവിടെ ടി വിയിൽ കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത് കണ്ടോ. അതുപോലെ ഇതുണ്ട്, ഇതൊക്കെ ഈ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ്. അതേ ടൈലും അതേ വാതിൽ തന്നെയുണ്ട് ഇപ്പോഴും. പിന്നെ ഈ കാണുന്ന സ്റ്റെപ്പിൽ നിൽക്കുന്ന ഫോട്ടോ ആണ് ഈ കാണുന്നത് കണ്ടോ, അമ്മയും മറഡോണയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് മറഡോണയുടെ ബെഡ്റൂം ഉണ്ടായിരുന്നത് ഈ കാണുന്ന സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോഴാണ്. നമുക്ക് പോയി നോക്കാം. ദേ ഈ കാണുന്നതാണ് മറഡോണ അന്ന് താമസിച്ച മുറി കേട്ടോ. ഈ കാണുന്നതൊന്നും അദ്ദേഹത്തിൻ്റെ സാധനങ്ങളല്ല, ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു കട്ടിൽ കാണാം, ഷൂവും ഫുട്ബോളൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ലാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കട്ടിലിൽ ഇരിക്കുന്ന ഫോട്ടോ ആണ് ഈ കാണുന്നത് കണ്ടോ. ഈ കട്ടിലിൽ ഇരിക്കുന്ന ഫോട്ടോസ് ആണ്. അതേപോലെ തന്നെ ലാമ്പുകളുണ്ട് സെറ്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ അതേ ഇവിടെ ഒരു ജാക്കറ്റ് കിടക്കുന്നുണ്ട്. ഈ ജാക്കറ്റ് അദ്ദേഹത്തിൻ്റെ അല്ല, പക്ഷേ ഇതിനകത്ത് ഇട്ടേക്കണ ഒപ്പ് മറഡോണയുടെയാണ്, അത് അദ്ദേഹം തന്നെ ഇട്ടതാണ്, അത് ഒറിജിനലാണ്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് കാണാം, ഇവിടെ കുറേ ഷർട്ട്, ജാക്കറ്റ് അങ്ങനെയൊക്കെ കാണാം. പിന്നെ ഗിംബലൊക്കെ ഉണ്ട്. ഈ ഒരു അലമാരയുടെ മുമ്പിൽ നിൽക്കുന്ന പടമാണ് ഈ കാണുന്നത് കണ്ടോ. മറഡോണ നിൽക്കുന്ന ഒറിജിനൽ പടമുണ്ട്, പക്ഷേ ഈ ഡ്രസ്സൊന്നും മറഡോണയല്ല കേട്ടോ. ഇതെല്ലാം ഈ ഒരു വീട് മുഴുവനായിട്ടും അത് റീക്രിയേറ്റ് ചെയ്തൊക്കെയാണ്. ആ ഒരു പഴയ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു രീതിയിൽ തന്നെ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അതായത് ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്, അതേപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്തൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ മറഡോണയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റിലോട്ട് തിരിയുമ്പോൾ വീണ്ടും മുകളിലോട്ട് കയറാനുള്ളൊരു ഭാഗമുണ്ട്. നമ്മളിപ്പോൾ കയറി വന്ന സ്റ്റെപ്പ് ഇതാണ്. പക്ഷേ ഇതിലെ ഒരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോയുടെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ആ ഒരു ബെഡ്റൂമാണ് കാണുന്നത്. അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഈ കാണുന്ന അന്ന് മറഡോണ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബാത്റൂമാണ്. എന്താ ടോയ്ലറ്റ് വരെയൊക്കെ കാണാം. ആളുകളൊക്കെ ഇവിടെ എന്തൊക്കെയോ എഴുതി കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് വാഷിംഗ് ബേസിൻ ഉണ്ട് കേട്ടോ, കൈ കഴുകുന്ന സംഭവങ്ങൾ. അർജൻറ്റീനയുടെ ഫ്ലാഗ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് കൈ കഴുകുന്ന സ്ഥലം കണ്ടോ, വാഷിംഗ് ബേസിൻ ഇവിടെ ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊന്നും മറഡോണയുടെ അല്ല, ഇവിടെ വരുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇവിടെ വെച്ചിട്ട് പോകുന്ന ഷൂ ഉണ്ട്, ബൂട്ട്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇവിടെ വെച്ചിട്ട് പോകുന്നതാണ്. ഇതെന്താണ്, ഇത് കൊള്ളാലോ. അർജൻറ്റീന കളിക്കാർ മറ്റേ അന്ത്യത്താഴ ഫോട്ടോയിൽ ഇത് മെസ്സി, മറഡോണ നടുക്ക്, പെലെയൊക്കെ ഉണ്ട്, ഇത് റൊണാൾഡോ, എല്ലാവരും ഉണ്ടല്ലോ. അത് ശരി. അപ്പോൾ ഇതിനകത്ത് കുറേ പഴയ ഫോട്ടോസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പഴയ ടൈപ്പ് ഒരു റേഡിയോ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം കുളിക്കുന്ന സീനാണെന്ന് തോന്നുന്നു. അതൊക്കെ ഉണ്ട്. എന്താ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ അർജൻറ്റീനയുടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അർജൻറ്റീനയുടെ ഈ ഭാഗത്തായിട്ട്. ഇതുണ്ട് ഈ പച്ച കളർ. ഇവിടെയാണ് ബ്യൂണസ് എയർസ്, ഈ ഒരു മൂലക്കായിട്ട്. അതാണ് ബ്യൂണസ് എയർസ്, ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ അവിടെയാണ് ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയ യാത്ര ചെയ്ത സ്ഥലമാണ് ഏറ്റവും അടിയിൽ ഉഷുവായ. എന്താ ഉഷുവായ ഇവിടെ ആയിട്ട് വരും. പിന്നെ നമ്മൾ ഇങ്ങനെ പോയിട്ട് അന്റാർട്ടിക്കയൊക്കെ കണ്ടു. ഈ അന്റാർട്ടിക്കയുടെ ഈ സൈഡ് മൊത്തം അർജൻറ്റീനയുടെയാണെന്നാണ് അവർ പറയുന്നത്. മാപ്പ് വെച്ചിട്ട് അതുപോലെ ഇതാണ് ഫോക്ലൻഡ് ഐലൻഡ്. ഇവർ പറയുന്നത് മാൽവീൻസ് എന്നാണ്, ഇസ്ലാസ് മാൽവീൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഐലൻഡിന് വേണ്ടിയിട്ടാണ് UK-യും അർജൻറ്റീനയും തമ്മിൽ പണ്ട് യുദ്ധം ഉണ്ടായത്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഷോപ്പുണ്ട്. ഇത് നമുക്ക്
സാധനങ്ങൾ മേടിക്കാം. കുറേ മറഡോണയായിട്ട് ബന്ധപ്പെട്ട മറ്റേ ഇതൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ കാണാം. ഇവിടെ ട്രോഫിയുടെ ഒരു റിപ്ലിക്ക ഉണ്ട്, അതുപോലെ കപ്പൊക്കെ കാണാം. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. ഇവിടെ ടീഷർട്ടുകളൊക്കെ ഉണ്ട്, ജെയ്സി അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ മേടിക്കാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇത് ടെറസ് ഭാഗമാണ്. ഇവിടെ മറഡോണയുടെ വലിയൊരു പിക്ചർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തെ എനിക്ക് തോന്നുന്നു പണ്ട് മറ്റേ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമൊക്കെ, മറ്റേ ഗ്രില്ലൊക്കെ അടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കാണാം. കണ്ട ഫുള്ള് സെറ്റപ്പ്. പിന്നെ ഇവിടെ കളിക്കുന്ന സാധനമുണ്ട്. ഇവിടെ ഒരു ഇത് കണ്ണാടിയാണ്, അത് കണ്ട, ഇത് കണ്ണാടിയാണ്. അടിപൊളിയല്ലേ. മറഡോണ മരിക്കുന്നത് 2020 നവംബർ മാസത്തിലാണ്. അതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വീട്ടിലാണ്. അത് അദ്ദേഹത്തിൻ്റെ വീടല്ലായിരുന്നു. അദ്ദേഹം ആ സമയത്ത് റെൻറ്റിന് എടുത്തിട്ട് അവിടെ ഫാമിലിയായിട്ട് താമസിക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് മരിക്കുന്നത്. 2020 നമ്മളെ വിട്ട് പിരിഞ്ഞത്. അങ്ങനെ നമ്മുടെ സ്വന്തം മറഡോണയുടെ വീട് നമ്മൾ കണ്ടിരിക്കുകയാണ്. മെസ്സിയുടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. മെസ്സിയുടെ വീട് ഇവിടെ നിന്ന് ഒരു 3.5 മണിക്കൂർ യാത്ര ചെയ്ത റൊസാരിയോ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ്. അത് പഴയ വീട്. അദ്ദേഹം ഇപ്പോൾ അവിടെ ഒന്നുമല്ല താമസിക്കുന്നത്. പക്ഷേ ആ വീട് കാണാൻ പോകാനൊക്കെ കുറച്ച് റിസ്ക്കാണ്. കാരണം അതൊരു ചേരി പ്രദേശമാണ്. നമ്മൾ മൊബൈലൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തൽക്കാലം ഒറ്റയ്ക്ക് പോകുന്നില്ല. ഒറ്റയ്ക്ക് ആക്ച്വലി ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളാണ് ഈ ഒരു വീടിൻ്റെ ഓണർ, ഇപ്പോഴത്തെ നിലവിലെ ഓണറാണ്. യെസ്, വാട്ട്സ് യുവർ നെയിം? My name is Cesar. സീസർ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദറാണ് ആക്ച്വലി ഈ ഒരു വീട് വാങ്ങിച്ചത്. ഇപ്പോൾ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. ഓക്കെ, നൈസ് ടു മീറ്റ് യു. യെസ്. ഞാൻ ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ട് യൂബർ വിളിച്ചാണ്. ഒരു 3-4 മിനിറ്റ് എടുക്കും വരാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ചേട്ടനായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇന്നലെ നമ്മുടെ ഫോൺ ഇങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ പുള്ളി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചു നോക്കുക, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ പോയി മേടിക്കരുതെന്നൊക്കെ. എല്ലാവർക്കും അറിയാം ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അവിടെ നമുക്ക് പോയി എടുക്കാൻ പറ്റില്ല, അത് അങ്ങനത്തെ ഏരിയയാണ്. അപ്പോൾ പോലീസ് നിങ്ങൾ സഹായിച്ചില്ലല്ലേ? പോലീസ് നോ ഹെൽപ്പ്, ഒരു കാര്യമില്ല. ടൂറിസത്തിൻ്റെ ആൾക്കാരോടും സംസാരിച്ച് നോക്കാനായിട്ട് പുള്ളി പറയുന്നുണ്ട്. ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു പുറത്ത് നിൽക്കണ്ട, ഇത് ഒരു സാധാരണ ഏരിയയാണ്, എന്നാലും അകത്ത് കയറി ഇരുന്നോ, വണ്ടി വന്നിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും മറഡോണയുടെ വീടിൻ്റെ അകത്ത് ഇരിക്കുകയാണ്, യൂബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് പുള്ളിയെ ഒരു കുക്കിയൊക്കെ തന്നു, മറഡോണ സ്പെഷ്യൽ ഒരു കുക്കീസാണ് കഴിക്കാനുള്ളത്. Oh, thank you. This the La Casa de Dios. Oh, this is a name, the La Casa. Yes. This house name. Okay. Yes, of course. La Casa എന്നാണ് ഈ ഹൗസിൻ്റെ നെയിം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ചേട്ടനെ എനിക്ക് വേറെ സാധനം തന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. These are tickets. Yeah, oh, tickets. For tickets. For like free or? For free invitation. Oh. Para tus seguidores. Or your followers if you want. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് 4 പേർക്ക് ഫ്രീ ടിക്കറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് എൻ്റെ നിന്ന് മേടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ അയച്ച് വേണമെങ്കിൽ തരാം. അപ്പോൾ ഇത് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വരാം കേട്ടോ. ഞാൻ ഏത് രാജ്യത്തേക്കാണെങ്കിൽ അയച്ചു തരാം, നോ പ്രോബ്ലം. 4 പേർക്കുള്ള ടിക്കറ്റ് കേട്ടോ, ഇവിടെ വരുന്ന വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു നമ്മുടെ ചേട്ടൻ. താങ്ക് യു. ഓക്കെ, സീ യു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇതിഹാസ താരമായ നമ്മുടെ ഫുട്ബോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ വന്നതാണ് ഞാൻ അവസാനമായിട്ട് ഓർക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം പണ്ട് താമസിച്ചിരുന്ന വീട്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ബൈ, സീ യു. അപ്പോൾ ഈ ചേട്ടൻ എനിക്കിത് ഗിഫ്റ്റൊക്കെ തന്നു. അപ്പോൾ യൂബർ വിളിച്ചു, യൂബർ വന്നിട്ടുണ്ട് നേരെ ഹോട്ടലിലോട്ട്.